ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ ഒരു തോരൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ ഒരു വഴിയില്ല. അല്ലെങ്കിലും ഇത് കണ്ട ചക്കക്കുരു തോരനാണെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഒരു തോരന്. ചക്കക്കുരു മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ഇതാ ചക്കക്കുരു ആണിത്. പച്ച ചക്കക്കുരു തൊണ്ട് കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അത് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഒരു തവണ ഇങ്ങനെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഒന്നും രണ്ട് വട്ടമൊന്നും ചെയ്യണ്ട. എന്നിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇത് ചെയ്യാനായിട്ട് നമ്മളൊരു ചട്ടി വെക്കുക. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളി ചെറിയ ഉള്ളിയല്ല സവാള എടുത്തിരിക്കുന്നത്. ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പച്ചമുളക്, ചെറിയ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ. ഇതൊരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന ടൈം ആകുമ്പോൾ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ വലിയ ചക്കക്കുരു ഇടണ പോലെയല്ല, ഇത് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്നായി കിട്ടും. ഇതാ കണ്ടോ, ഒരു 5 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ സൈഡിലോട്ട് ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള ചതച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചല്ല കേട്ടോ. പക്ഷെ ഞാനിത് ഇതിന്റെ തൊണ്ട് പൊളിച്ചോണ്ടിരുന്നപ്പോ എന്റെ മോള് വെറുതെ ഗ്രേറ്റർ കൊണ്ടുവന്ന് വെച്ചിരുന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കണ്ടപ്പോഴാണ് ഞാൻ അവൾ ആദ്യം വഴക്ക് പറഞ്ഞെങ്കിൽ പിന്നെ ഓർത്ത് എന്നാ ഇതുപോലെ ചെയ്ത് നോക്കിയാലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്ത കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ അത് മുളക് പൊടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകി എടുത്തിട്ട് അങ്ങനെ തന്നെ ആട്ടോ ചേർക്കുന്നത്. തേങ്ങ മിക്സിയിലൊന്നും ഇട്ട് ഒതുക്കിയൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതിനുശേഷം ഒരു 2 മുട്ട കൂടി ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മുട്ട ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ആ മുട്ട മിക്സ് ചെയ്യണ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കും കേട്ടോ. പക്ഷേ ഇല്ലേ, നമ്മൾ ഇത് മുട്ടയൊക്കെ ഡ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഒരു തോരന്റെ ആ ഒരു ഇതിൽ തന്നെ കിട്ടും കേട്ടോ. ഇതെന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു തോരനാണ്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ ചാനൽ കണ്ടിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. താങ്ക്